ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നേര്യമംഗലത്ത് പുതിയ ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മുഖേനയാണ് ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2016 മുതൽ നിയമസഭയ്ക്കകത്തും സർക്കാർ തലത്തിലും നിരന്തരമായി നടത്തിയ ഇടപെടലുകളെ തുടർന്നാണ് പുതിയ ഫയർ സ്റ്റേഷൻ അനുവദിച്ചത്. നേര്യമംഗലത്ത് പുതിയതായി അനുവദിച്ച ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളാൽ നമ്മുടെ സേന സുസജ്ജമാണ്. റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ, അണ്ടർ വാട്ടർ ഡ്രോൺ, ഫയർ ടെൻഡർ, ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ, അഡ്വാൻസ് റെസ്ക്യൂ ടെൻഡർ, വാട്ടർ ബോസർ, ഇങ്ങനെയുള്ള എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളും സേനയ്ക്കുന്നുണ്ട്. 2018 പ്രളയത്തിന് ശേഷം സമഗ്രമായ മാറ്റങ്ങളാണ് അഗ്നിരക്ഷാ വകുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുന്നതിനായി ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. ആന്റണി ജോൺ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശിലാഫലകവും ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു. നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാർ തലത്തിലും ഒക്കെ നിരന്തരമായി ഉന്നയിച്ചിരുന്നു. ഇവിടെ നാട്ടുകാരും പ്രത്യേകിച്ച് വ്യാപാരി സമൂഹത്തിന് പ്രതിനിധികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയും പ്രകൃതിക്ഷോഭം അടക്കമുള്ള അത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന പല വേളയിലും ഈ അഗ്നിരക്ഷാ സംഘത്തിന് ഫയർഫോഴ്സ് ടീമിന് ആ പ്രദേശങ്ങളിലേക്ക് പോലും എത്താൻ പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അല്ലെങ്കിൽ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം, മണ്ണിടിച്ചിലും വലിയ മരങ്ങൾ റോഡിൽ ഇടിഞ്ഞു വീഴുന്നു ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ 2018 മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ചാൽ, അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാതയാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നവീകരണമൊക്കെ പൂർത്തിയായി മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ വാഹന അപകടങ്ങൾ അടക്കം നിരന്തരമായി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളുടെ പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ കാട്ടുതീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ നേരിടുന്ന ഈ പ്രദേശത്ത് അഗ്നിരക്ഷാസേനയുടെ കൃത്യമായ സേവനം എന്ന് പറയുമ്പോൾ സമയബന്ധിതമായ സേവനം ജനങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളത് ഏറെ കാലങ്ങളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇന്ന് നേര്യമംഗലം അഗ്നിരക്ഷാ നിലയം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നേര്യമംഗലത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ളത് ഏറെക്കാലമായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു. നിലവിൽ കവളങ്ങാട് പഞ്ചായത്ത് പരിധിയിലെയും കീരമ്പാറ, കുട്ടമ്പുഴ, കഞ്ഞിക്കുഴി, അടിമാലി, വണ്ണപ്പുറം പഞ്ചായത്തുകളിലെയും സമീപ സ്ഥലങ്ങളിലേക്കുൾപ്പെടെ പലപ്പോഴും കോതമംഗലത്ത് നിന്നോ അടിമാലിയിൽ നിന്നോ അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്നോ ഫയർഫോഴ്സ് എത്തേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടങ്ങളും അത്യാവശ്യ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമായാണ് നേര്യമംഗലത്ത് പുതിയ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത്. നേര്യമംഗലത്ത് ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് 2016 മുതൽ നിയമസഭയ്ക്കകത്തും സർക്കാർ തലത്തിലും എല്ലാം നിരന്തരമായി നടത്തിയ ഇടപെടലുകളെ തുടർന്നാണ് പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതെന്ന് MLA പറഞ്ഞു. കവളങ്ങാട് പഞ്ചായത്ത് പരിധി കീരമ്പാറ പഞ്ചായത്തിലെ കൊണ്ടിമറ്റം പ്രദേശം വരെ ഉൾക്കൊള്ളുന്ന 3 വാർഡുകൾ, കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചുതൊട്ടി, മാമലക്കണ്ടം പ്രദേശങ്ങൾ, ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കരിമണൽ, തട്ടേക്കണ്ണി പ്രദേശങ്ങൾ, അടിമാലി പഞ്ചായത്തിലെ വാളറ, വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട് വരെ വരുന്ന പ്രദേശങ്ങളാണ് നേര്യമംഗലം ഫയർ സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൗമ്യ ശശി, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയങ്ക ടോമി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനി PK, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫ്രാങ്കോ K. ജെയിംസ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ്, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PK അലിയാർ, ബൈജു മത്തായി, ബിജി സോജി, മോളി ജോയ്,
KFOA പ്രസിഡന്റ് കെ ഹരികുമാർ, KFSA സെക്രട്ടറി പ്രണവ് വി, KFSD ആൻഡ് MA സെക്രട്ടറി ഗിരീഷ് കുമാർ KK എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.